കഞ്ചാവ് കേസിൽ തൂക്കുകയർ വിധിച്ച തന്റെ അനിയനെ രക്ഷിക്കാൻ പോകുന്ന ചേച്ചിയുടെ കഥ. അങ്കൂറിന് അവന്റെ ചേച്ചിയായ സത്യയും അവൾക്ക് അങ്കൂറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യ തന്നെയായിരുന്നു അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. അതിനിടയിലായിരുന്നു അങ്കൂറും അവന്റെ കൂട്ടുകാരനായ കബീറും ഹാൻഷി ദാവു എന്ന രാജ്യത്ത് ജോലിയുടെ ആവശ്യത്തിനായി പോയത്. അവിടെ വെച്ച് കബീർ ചില ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. കഷ്ടകാലത്തിന് ബാക്കിയുള്ള ഡ്രഗ്സ് അവന്റെ പോക്കറ്റിൽ നിന്നും പോലീസ് പൊക്കുന്നു. അങ്ങനെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അങ്കൂർ തെറ്റൊന്നും ചെയ്തില്ല എങ്കിലും കബീർ കാരണം അവനും അറസ്റ്റിലായി. കബീറിന്റെ അച്ഛൻ അവിടെയുള്ള വക്കീലിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ രാജ്യത്ത് വധശിക്ഷയാണ് കഞ്ചാവ് കേസിൽപ്പെട്ടാൽ നടപ്പിലാക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാൽ ചില തന്ത്രം ഉപയോഗിച്ച് കബീറിനെ വക്കീൽ പുറത്തു കൊണ്ടുവരുന്നു. പക്ഷേ അങ്കൂറിന്റെ തലയിലായിരുന്നു ആ കുറ്റം കെട്ടിവെച്ചത്. ആ രാജ്യത്ത് ജയിലിലാക്കുന്നതിന് മുൻപ് അവരുടെ ആസനത്തിൽ വരെ കൈയിട്ട് നോക്കുമായിരുന്നു. ജയിലിലായ അവനെ രക്ഷിക്കാൻ അവന്റെ ചേച്ചി അവിടത്തേക്ക് പുറപ്പെടുന്നു. അവനെ ജയിലിൽ ചെന്ന് കണ്ട് പുറത്തിറക്കുമെന്ന് വാക്കും നൽകി. സത്യ പല വക്കീലിനെ ചെന്ന് കണ്ടെങ്കിലും വധശിക്ഷ തടയാൻ സാധിക്കില്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സത്യ ജയിൽ തകർത്താണെങ്കിലും അവനെ പുറത്തെത്തിക്കാൻ പ്ലാൻ ഇടുന്നു. അതിനിടയിൽ ജയിലിലുള്ള കുറച്ചു പേർ ജയിൽ കടക്കാൻ വേറെയൊരു പ്ലാൻ ഇട്ടിരുന്നു. അവരുടെ പ്ലാൻ വർക്കായെങ്കിലും പുറത്തുവെച്ച് വീണ്ടും അവരെ പോലീസ് പൊക്കി. അതിൽ ചിലരെ വെടിവെച്ച് കൊന്നിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരുടെ വധശിക്ഷ എത്രയും പെട്ടെന്ന് നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. സത്യക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആ രാജ്യത്തെ ഇലക്ട്രിസിറ്റി മൊത്തം ഇല്ലാതെയാക്കി. എന്നിട്ട് അവനെയും കൂട്ടുകാരെയും രക്ഷിക്കുന്നു. ശേഷം കപ്പൽ കയറി നാട്ടിലേക്ക് പോകുന്നു.